ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജെറ്റോസിൻ്റെ പവർ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മാപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഇൻസ്റ്റാൾ ചെയ്ത മാപ്പാണ്, പക്ഷേ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊന്നും എൻ്റെ അടുത്തില്ല. അപ്പോൾ അതാരും ചോദിച്ച് വരരുത്, കാരണം ലിങ്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ ഈ ഒരു മാപ്പ് മോഡിൽ എല്ലാവരും അനുഭവിക്കുന്നൊരു പ്രശ്നമാണ്, ഡിഫോൾട്ടായിട്ടായിരിക്കും അതിൻ്റെ ക്യാബിൻ്റെ ക്യാമറ സെറ്റിങ്സ് കിടക്കുക. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെറ്റിങ്സ് എടുക്കുക. ആ ഒരു ക്യാമറ സെറ്റിങ്സ് എടുത്തിട്ട് നമ്മൾ കൺട്രോളിലൊന്നും നെക്കരുത്, അല്ലാതെ തന്നെ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ഒരു പഴയ ഇതിൽ നിങ്ങളിപ്പോൾ വീഡിയോ കണ്ട പോലെ കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ചെറിയൊരു കാരണം കൂടി ഉണ്ട്, വേറൊന്നുമല്ല. അപ്പോൾ നമ്മളൊരു വേറൊരു വീഡിയോ കണ്ടിട്ട് ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു മാപ്പ് ഡൗൺലോഡ് ചെയ്തത്. നമ്മൾ ഈ ഒരു പവർ ടെസ്റ്റ് ചെയ്തു, അത് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വഴി കണ്ടില്ലേ, അപ്പോൾ നമ്മൾ കയറി ചെല്ലുന്ന തന്നെ ഒരു ടൗണിലേക്കാണ്. അവിടെ പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ശേഷം പിന്നെ ഫുൾ അങ്ങോട്ട് കയറ്റവും ഇറക്കവും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കയറ്റം ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ കയറ്റത്തിലൊക്കെ അത്യാവശ്യം വണ്ടി കയറി, തേർഡ് കയറി തന്നെ കയറി. ഞാൻ അപ്പോൾ അത്യാവശ്യം സ്ലോ ആക്കിയിട്ടാണ്, വലിയതായിട്ട് ആക്സിലേറ്റർ ഞാൻ കൊടുക്കുന്നില്ല, കാരണം നമ്മൾ വണ്ടിയുടെ പവർ നോക്കാനാണ്. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഗിയറിൽ വണ്ടി നിർത്തി. അപ്പോൾ കണ്ടില്ലേ, ഫസ്റ്റ് ഗിയറിൽ നമ്മുടെ വണ്ടി ഫുള്ള് നിന്നിട്ടാണ് വണ്ടി വലിയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വലിവുള്ള വണ്ടിയാണ് നമ്മുടെ ജെറ്റ് ബസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അത്യാവശ്യം വലിയുണ്ട്, കാരണം ഈ വലിയൊരു കയറ്റമാണ്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, അത്യാവശ്യം നല്ല കയറ്റമാണ്. ഫസ്റ്റിലൊക്കെ കണ്ടില്ലേ, നമ്മൾ ജെറ്റ് ബസ് നമ്മൾ സാധാ മാപ്പിൽ ഇന്തോനേഷ്യക്കാർ തരുന്ന മാപ്പിൽ നമുക്ക് ഫസ്റ്റ് ഗിയറിൻ്റെ ആവശ്യം വരില്ല. പക്ഷേ ഈ ഒരു മാപ്പ് അത്യാവശ്യം നല്ല വലിയ മാപ്പാണ്. നിങ്ങൾക്ക് ആ ഒരു കയറ്റത്തിൻ്റെ ഒരു വലിപ്പം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ഈ ഒരു മാപ്പിൽ ഇതിൻ്റെ ഇടയ്ക്ക്, അതായത് ഇതിൻ്റെ അവസാനമല്ല, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ടൗൺ ഉണ്ട്. അപ്പോൾ ആ ഒരു ടൗൺ വരെ നമ്മൾ പോകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് അവിടെ വരെയാണ് അത്യാവശ്യം നല്ല കയറ്റമുള്ളത്. പിന്നെയുള്ളത് ഫുള്ള് തിരിച്ചു വരുമ്പോഴാണ്. അപ്പോൾ നമ്മൾ അത്രയും ലോങ് ആയിട്ട് വീഡിയോ എടുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു തിരിച്ചു വരുമ്പോൾ, അതായത് നമ്മളിപ്പോൾ ഈ ഒരു പോകുന്ന വഴിക്ക് അത്യാവശ്യം കയറ്റമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ വണ്ടി കയറുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് അത്യാവശ്യം നല്ല മാപ്പാണ്, കാരണം നമ്മൾ ഫുള്ള് ഇറക്കം കയറ്റം ആ ഒരു രീതിക്കാണ് നമ്മുടെ ഈ ഒരു മാപ്പ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ തൊട്ട് സൈഡിലൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ഗ്രാഫിക്സാണ്, മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഹൈ റേഞ്ച് എന്നല്ല, അതൊക്കെ മേലെയുള്ള ഒരു സംഭവത്തിൽ കയറി പോകുന്ന പോലെയാണ് തോന്നുന്നത്. അത്യാവശ്യം നല്ല രസമാണ്. ഇപ്പോൾ ജെറ്റ് ബസ്സായാലും ഏത് ബസ്സായാലും നമുക്കിത് കൂടെ ഓടിക്കാം, ചെറിയ വണ്ടിയാണെങ്കിലും ഓടിക്കാം. അത്യാവശ്യം നല്ല മാപ്പാണ്, നമുക്ക് കുടുങ്ങിപ്പോകുന്ന അവസ്ഥകളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ പരമാവധി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, കാരണം നമ്മൾ വീഡിയോ ഇടുമ്പോൾ നമ്മുടെ വ്യൂസിനൊത്ത് നമുക്ക് ലൈക്ക് വരുന്നില്ല, അതായിരിക്കണം നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ മാക്സിമം എല്ലാവരും കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കണ്ടിട്ട് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്നതല്ലേ, ഒരു ലൈക്കൊക്കെ നമുക്ക് തരാം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഏകദേശം ഒരു വർഷത്തിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. ഒരു വർഷത്തിന് മുമ്പ് ഒരു ചേട്ടൻ ഈ ഒരു മാപ്പിൽ തന്നെ ഒരു KSRTC മലബാർ ഈ ഒരു കയറ്റം കയറുമ്പോൾ വന്നിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ ചേട്ടൻ പറഞ്ഞ്, ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, കാരണം അത്യാവശ്യം റീച്ചുള്ള ഒരു ചാനൽ തന്നെയാണിത്. കറക്റ്റ് എനിക്ക് പേരറിയില്ല. അപ്പോൾ ആ ഒരു ചാനലിൽ തന്നെ ആ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു ഈ ഒരു മാപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാനൊരു കമൻറ്റും കൂടി കണ്ടായിരുന്നു, നമ്മുടെ ജെറ്റ് ബസ് ഈ ഒരു ഇതിൽ കയറ്റത്തിൽ അത്യാവശ്യം നല്ല സ്പീഡിൽ പോകുന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ജെറ്റ് ബസ്സൊക്കെ എടുത്ത് പോന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കമൻറ്റ് കണ്ടത് ശരിയാണ്, കാരണം ജെറ്റ് ബസ് അത്യാവശ്യം നല്ല വലിഞ്ഞ് പോകുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാം, നമ്മളിപ്പോൾ അത്യാവശ്യം സെക്കൻഡ് തേർഡ് ആ ഒരു റേഞ്ചിലാണ് പോകുന്നത്. ഫസ്റ്റിൻ്റെ ആവശ്യം അങ്ങനെ വരുന്നില്ല. അത്യാവശ്യം നല്ല കയറ്റങ്ങൾ വരുന്നുണ്ട്, എന്നാലും വണ്ടി നിൽക്കുന്ന ഒരവസ്ഥയൊന്നുമില്ല. നിന്ന് കഴിഞ്ഞാൽ പിന്നെ വണ്ടി എടുക്കാനും പറ്റില്ല. അപ്പോൾ പരമാവധി എല്ലാവരോടും ശ്രദ്ധിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു ജെറ്റ് ബസ്സിലുള്ളൊരു കാര്യമാണിത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയാൻ മറന്നൊരു കാര്യമാണ്, നമ്മുടെ ജെറ്റ് ബസ്സിൽ നമ്മൾ ചെയ്യാൻ പാടാത്ത ഒരു കാര്യം കൂടിയാണിത്. അതായത് നമ്മൾ വലിയൊരു കയറ്റം കയറി, ആ ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് ഒരു കയറ്റം കയറണമെങ്കിൽ ഒരിക്കലും നമ്മുടെ വണ്ടി അവിടെ നിർത്തരുത്. ഇപ്പോൾ ട്രാഫിക്കിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിന്ന് പോയി എന്നൊക്കെ വരും. അങ്ങനെയാണെങ്കിൽ പരമാവധി നിർത്താതിരിക്കാൻ ശ്രമിക്കുക, കാരണം നിന്ന് കഴിഞ്ഞാൽ പിന്നെ വണ്ടി എടുക്കൽ കുറച്ച് പാടാണ്, ബാക്കോട്ട് ഫുൾ ഇറക്കേണ്ടി വരും. പക്ഷേ മോഡൊക്കെ ആണെങ്കിൽ അത്യാവശ്യം വണ്ടി വലിഞ്ഞ് പൊക്കോളും, നിന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ജെറ്റ് ബസ് അങ്ങനെയല്ല, നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഇറക്കേണ്ടി വരും, അല്ലാതെ നമ്മുടെ വണ്ടി പിന്നെ കയറ്റം കയറില്ല. അപ്പോൾ നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ മാപ്പ്, അതായത് ഈ ഒരു മാപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് അതും കമൻറ്റ് ചെയ്യുക. ഈ ഒരു മാപ്പ് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ. ഈ മാപ്പിൻ്റെ ലിങ്ക് ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, കാരണം ഇതിൻ്റെ മാപ്പിൻ്റെ പേരോ കാര്യങ്ങളൊന്നും അറിയില്ല. ഇതൊക്കെ എൻ്റെ കയ്യിൽ പണ്ട് ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ച തമ്മിലും കുറേ പഴയതാണ്. പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടിയില്ല, ഉള്ള വീഡിയോ ഡിലീറ്റായി പോയി. ആദ്യം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഡിലീറ്റായി പോയി. പിന്നെ ഇപ്പോഴാണൊന്ന് വീഡിയോ എടുക്കാനൊന്ന് പറ്റിയത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മാപ്പ് കയറിയിട്ട് ആകെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു ഇറക്കം കയറ്റം ആയതുകൊണ്ട് നേരെ ഇറക്കത്തിൽ നിന്ന് നേരെ കയറ്റത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അടി തട്ടുന്നൊരു പ്രശ്നമുണ്ട്. നമ്മുടെ ജെറ്റ് ബസ്സിൻ്റെ അവസ്ഥ അറിയാമല്ലോ, അടി തട്ടും നന്നായിട്ട്. അപ്പോൾ ആ ഒരു സംഭവമുണ്ട്. അല്ലാതെ നമ്മുടെ കയറ്റത്തിൽ പെർഫോമൻസ് കുറവായിട്ടോ
ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അത്യാവശ്യം നല്ലൊരു കയറ്റമാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. കാരണം വണ്ടി അനക്കി ഞാൻ അത്യാവശ്യം സ്ലോ ആയിട്ടാണ് വണ്ടി എടുക്കുന്നത്. പെട്ടെന്ന് ചാടി കയറി ഗിയർ ഡൗൺ ചെയ്തിട്ട് ഞാൻ വണ്ടി എടുക്കുന്നില്ല. പതുക്കെ സ്ലോ ആയിട്ട് വണ്ടി ഫുള്ളായിട്ട് സ്ലോ ആയിട്ടേ ഞാൻ ഗിയർ ഡൗൺ ആക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അത്യാവശ്യം വലിഞ്ഞിട്ട് തന്നെയാണ് വണ്ടി പോകുന്നത്. പക്ഷേ ആ ഫ്രണ്ടിലുള്ള ഫുള്ള് ലോഡും വെച്ചിട്ടുള്ള ആ ഒരു ടിപ്പർ ചേട്ടൻ എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരൊക്കെ അത്യാവശ്യം നല്ല കയറി പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ വണ്ടി ഉണ്ടല്ലേ, നമ്മുടെ വണ്ടിയിലാണോ ലോഡ് എന്നുള്ളതാണ് ഇപ്പോൾ സംശയം. കാരണം അത്യാവശ്യം പതുക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇനി വലിയ വലിയ കയറ്റങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ചെറിയ കയറ്റം, അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ചെറിയ ചെറിയ വളവുകൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇത് അത്യാവശ്യം വലിയൊരു കയറ്റമാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് കയറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് അത്യാവശ്യം നല്ല കയറ്റമാണ്. ഇവിടെ നമ്മൾ കുടുങ്ങി പോകുന്നത് തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ എന്തോ ഭയത്തിന് നമ്മൾ രക്ഷപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞ അടി തട്ടുന്ന പ്രശ്നം ഇതാണ് സംഭവം. വേറൊന്നുമല്ല, ഈ ഇറക്കത്തിന് നേരെ നമ്മൾ കയറ്റത്തിലോട്ടായതുകൊണ്ട് നമ്മുടെ ബാക്കും അടിക്കും ഫ്രണ്ടും അടിക്കും, നല്ല സൗണ്ട് അടിക്കും. പക്ഷേ നമ്മളെ കയറ്റത്തിലൊക്കെ വണ്ടി കയറി പോകുന്നുണ്ട്, നിന്ന് പോകുന്ന അവസ്ഥയൊന്നുമില്ല. അത്യാവശ്യം നല്ല മാപ്പാണ്. ഈ ഒരു സ്ഥലത്ത് കൂടെയൊക്കെ എത്തുമ്പോൾ വണ്ടി അത്യാവശ്യം സ്പീഡ് കൂടും. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഒരു യൂ ടേൺ, അതായത് നമ്മുടെ ചുരമൊക്കെ പോലെ തന്നെ ഒരു സ്ഥലത്തേക്കാണ്. സ്ഥലമല്ല, ഒരൊറ്റ തിരിവേ ഉള്ളൂ. അത്യാവശ്യം നല്ല വലിയ തിരിവാണ്. അപ്പോൾ ഇതാണ് ആ ഒരു തിരിവ്. ഈ ഒരു മാപ്പ് ഡിസൈൻ ചെയ്തപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചായക്കടയൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വളവ് തിരിക്കാൻ അത്യാവശ്യം നല്ല പാടാണ്. കാരണം നമ്മളൊന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പാളിപ്പോയാൽ നമ്മൾ നേരെ ആ ഒരു അഴുക്കുചാലിൻ്റെ അവിടെ പോയി കിടക്കും. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിന് കഴിഞ്ഞാൽ തന്നെ നേരിട്ടൊരു കയറ്റമാണ്. ഈ ഒരു കയറ്റം അത്യാവശ്യം നല്ല പാടുള്ള കയറ്റമാണ്. അപ്പോൾ നോക്കിയാൽ തന്നെ കാണാം, കണ്ടില്ലേ, അത്യാവശ്യം നല്ലൊരു കയറ്റമാണ്. കണ്ടോ, സെക്കൻഡിൽ കയറുന്നില്ല, നമ്മൾ ഫസ്റ്റിലേക്ക് ഇടുകയാണ്. നമ്മൾ അത്യാവശ്യം സ്ലോ ആക്കിയിട്ടാണ് ഇട്ടത്. എന്നാലും കണ്ടില്ലേ, നമ്മൾ നിർത്തി എടുത്തിട്ട് പോലും വണ്ടി വലിഞ്ഞു പോകുന്നു. അപ്പോൾ ജെറ്റോസിന് അത്യാവശ്യം നല്ല പവർ ഉണ്ട്. 1 hour later. അപ്പോൾ നമ്മുടെ വണ്ടി ഇതിൻ്റെ ഇടയ്ക്കൊന്ന് കുടുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം, കണ്ടില്ലേ, നമ്മുടെ ലെഫ്റ്റ് ഹെഡ്ലൈറ്റിൻ്റെ അടിയിൽ ബമ്പറിൻ്റെ അവിടെ ചെറിയൊരു പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. അത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വളവ് വളച്ചപ്പോഴേ നമ്മുടെ കൈയൊന്ന് തെറ്റിപ്പോയതാണ്. നേരെ അങ്ങോട്ട് പോയി. അത്യാവശ്യം അപകട സാധ്യതയുള്ളൊരു മാപ്പും കൂടിയാണിത്. അപ്പോൾ ഞാൻ പിന്നെ ഫുള്ള് കാണിക്കാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ലോങ് ആയിരിക്കും, വെറുതെ നിങ്ങളെ വെറുപ്പിക്കേണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ആ ഒരു നേരത്തെ പറഞ്ഞില്ലേ ഒരു ടൗണ്, ആ ഒരു ടൗണിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് നിർത്തി ആ ഒരു കയറ്റം കയറി കഴിഞ്ഞാൽ പിന്നെ കാണുന്ന ടൗണാണ്. നിങ്ങൾക്ക് കാണാം, അപ്പോൾ അവിടെ ബിൽഡിങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ പോവുകയാണെങ്കിൽ തന്നെ കണ്ടില്ലേ, അത്യാവശ്യം നമ്മളിപ്പോൾ ഇത്രയും നേരം കണ്ട് മലയും അത്യാവശ്യം മരങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കണ്ടില്ലേ അത്യാവശ്യം നല്ല കടകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടൗൺ പോലെ നമുക്ക് തോന്നും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു സംഭവം ഉണ്ട്. ഇതെന്താണ് സംഭവം എന്ന് അറിയില്ല. നമുക്കൊന്ന് വണ്ടി ആ വഴിക്ക് നമുക്കൊന്ന് കയറ്റി നോക്കാം, എന്താണ് ഇവിടെ സംഭവം എന്നുള്ളത് കയറ്റി നോക്കാം. അപ്പോൾ കയറ്റി നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ഇവിടെ അത്യാവശ്യം വീടുകളൊക്കെ തന്നെയാണ്, പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. നമുക്ക് എവിടം വരെ പോകാൻ പറ്റും നോക്കാം. അതിൽ അത്യാവശ്യം നല്ല വഴിയാണ്. കാരണം ടയർ കറങ്ങുന്നുണ്ട്, കാരണം ചെളിയുള്ള ഭാഗമാണ്, റോഡില്ലല്ലോ, ടാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല ചെളിയുണ്ട്. അപ്പോൾ ഇതൊരു ഇറക്കത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ റോഡ് ഇവിടെ അവസാനിച്ചു. അപ്പോൾ മിക്കവാറും ഇതിൻ്റെ അപ്പുറത്തോട്ട് ചിലപ്പോൾ ബസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് റിവേഴ്സ് എടുക്കാം. അപ്പോൾ ഇവിടുത്തെ വീടുകളുടെ ഒരു പ്രത്യേകത കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഗ്രാഫിക്സിൻ്റെ എന്തോ കുഴപ്പമാണെന്ന് തോന്നുന്നു. നമ്മുടെ വീടുകളൊക്കെ നമ്മുടെ ബസ്സിനെക്കാട്ടിലും ഉയരത്തിലാണ്, ബസ്സിൻ്റെ മുകളിലാണ് ഒരു സംഭവം കിടക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ ഒരു സംഭവത്ത് കാണാനായിട്ട്. അപ്പോൾ ഇവിടം വരെ എത്തിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.